ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഈ ഗുരു ഒരു സാധാരണക്കാരനാണെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഈ ഗുരുവിൽ നിന്നൊന്നും പഠിക്കുവാൻ സാധിക്കില്ല, അത്ര ആഴത്തിലുള്ള ജ്ഞാനമൊന്നും ഈ ഗുരുവിനില്ല, അതുകൊണ്ട് മറ്റാരെയെങ്കിലും ഗുരുവായി കണ്ടെത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ശിഷ്യൻ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അങ്ങനെ പ്രഗത്ഭരായിരിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരെ ഇദ്ദേഹം കണ്ടുമുട്ടി. അവരുടെ കയ്യിൽ നിന്നൊക്കെ ആഴത്തിലുള്ള ഒരുപാട് ജ്ഞാനമൊക്കെ ആർജിച്ചെടുത്തു. 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ തിരികെ ഈ പഴയ ഗുരുവിനെ കാണുവാനായിട്ട് വരികയാണ്. പഴയതുപോലെ തന്നെ ഗുരു ഒരു സാധാരണക്കാരനെ പോലെ ലളിത ജീവിതം നയിച്ച് താമസിക്കുന്നു. ഈ ഗുരുവിൻ്റെ സമീപത്ത് വന്നു നിന്നിട്ട് ഈ ശിഷ്യൻ പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്ന് പോയത് നന്നായി, എനിക്ക് എന്തുമാത്രം ആഴത്തിലുള്ള ജ്ഞാനമാണ് കിട്ടിയത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പുഴയുടെ മുകളിലൂടെയൊക്കെ നടക്കുവാൻ സാധിക്കും, അത്രമാത്രം ജ്ഞാനം ആർജിച്ചെടുക്കുവാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ പാവപ്പെട്ട സാധാരണക്കാരനായ ഗുരു ഇങ്ങനെ വീണ്ടും എടുത്ത് അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? നിനക്ക് 20 വർഷം കൊണ്ട് കിട്ടിയത്, ആ കിട്ടിയ ഫലം, ആ ജ്ഞാനം എന്താണെന്നാണ് പറഞ്ഞത്? അപ്പോൾ ഉടനെ ശിഷ്യൻ പറയുകയാണ്, എനിക്ക് ഈ പുഴയുടെ മുകളിലൂടെ നടക്കുവാൻ വരെ എനിക്ക് സാധിക്കും, മറുകരയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഗുരു പറയുകയാണ്, ഒരു 25 പൈസ അല്ലെങ്കിൽ 1 രൂപ കടത്തു കൊടുത്താൽ കടക്കാൻ സാധിക്കുന്നതാണ് ഈ പുഴയുടെ അപ്പുറത്തേക്ക്. അതിനു വേണ്ടിയിട്ട് നീ നിന്റെ 20 വർഷം നഷ്ടപ്പെടുത്തിയല്ലോ. ഇത് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരനുഭവമാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് മുകളിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ചില നന്മകളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ജ്ഞാനവും അറിവും സ്നേഹവുമൊക്കെ നമുക്ക് ലഭിക്കേണ്ട ഇടത്ത് നിന്ന് നമ്മൾ ഓടിപ്പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുകയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിൻ്റെ ഹിതമനുസരിച്ചൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തിട്ടും എന്നിൽ നിന്നുണ്ടാകുന്ന നന്മകളെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? പലരും അത്ര ആത്മാർത്ഥതയോടുകൂടെ ഞാൻ ജീവിച്ചു കഴിഞ്ഞിട്ടും പലരും എന്നോട് പറയാറുണ്ടല്ലോ, എന്താടാ നീ ഒന്ന് നന്നായിക്കൂടെ, അല്പം കൂടി ഒന്ന് ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചുകൂടെ? പക്ഷെ ഞാൻ ജീവിക്കുന്നുണ്ട്. എന്തായിരിക്കാം കാരണം? നമ്മൾ ചിന്തകൾ ഇങ്ങനെ ഉയർന്ന തലങ്ങളിലേക്ക് പോവുകയാണ്. ഉയർന്ന സ്ഥാനത്തേക്ക് എത്തണം, ഉയർന്ന പദവിയിലെത്തണം, നല്ല വരുമാനമുള്ള ജോലി സമ്പാദിക്കണം, നല്ല സുഖസൗകര്യങ്ങളിലൂടെ കടന്നു പോകണം, ജീവിതത്തിൽ ഒത്തിരി ആഡംബരങ്ങളെ നേടിയെടുക്കണം, എല്ലാവരുടെയും മുമ്പിൽ അവൻ ഒരു മാന്യനാണ്, അല്ലെങ്കിൽ അത് ആത്മീയ മേഖലയിലാണെങ്കിൽ പോലും അദ്ദേഹം കുറച്ചുകൂടെയും ആത്മീയ ജീവിതം നയിക്കുന്നവനാണെന്ന് പറയണം. ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു സുഖത്തിനും സന്തോഷത്തിനും ഈ ലോകം നൽകുന്ന ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലേ ചിലപ്പോഴൊക്കെ നമ്മളുടെ യാത്ര പോകാറുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലൊരു കഥാപാത്രമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമല്ല, തൻ്റെ നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചപ്പോൾ അയാൾ വലിയ സ്ഥാനത്തേക്കും വലിയ ആദരവിലേക്കും ദൈവത്തിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയുമായി തീർന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ ഒരു മേന്മയെക്കുറിച്ച് പുതിയ നിയമത്തിലാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് അദ്ദേഹം. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം ആ പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഏലിയാവും നമ്മെപ്പോലെ വികാരമുള്ള മനുഷ്യനായിരുന്നു. ഭൂമിയിൽ മഴ പെയ്യാതിരിപ്പാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. 3 സംവത്സരവും 6 മാസവും മഴ പെയ്തില്ല. പിന്നീട് മഴ പെയ്യുവാനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു.
മഴ പെയ്തു. ഇത് വിശുദ്ധ യാക്കോബ് ഈ പ്രവാചകനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ യാക്കോബിൻ്റെ ആ ലേഖനത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന കാത്തോലിക ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ലേഖനങ്ങളിൽ പെടുന്നതാണ് യാക്കോബിൻ്റെ ഈ ലേഖനം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സഹോദരനും ഉർശലേമിലെ സഭയുടെ നേതാവുമായിരുന്ന യാക്കോബാണ് ഈ ലേഖനം എഴുതിയതെന്ന് സഭാ പണ്ഡിതന്മാർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ യെരുശലേമിൻ്റെ ആ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും വിട്ടുമാറി പുറജാതികളുടെ ഇടയിൽ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ജൂയിഷ് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ്, യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയതെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം സാധാരണക്കാരായി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ധനവാന്മാരിൽ നിന്നൊക്കെ ഒത്തിരി പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ആ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ടത് പ്രതിപാദിച്ചിട്ടുണ്ട്. ധനവാന്മാർ കൂലി പിടിച്ചു വയ്ക്കുന്നതിനെ എതിർത്തുകൊണ്ട് ധനവാന്മാർക്കുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നൊരു ലേഖനം. അതിൽ വിശുദ്ധ യാക്കോബ് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ഏലിയാവിനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനയുടെ 5-ാം അധ്യായം എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയുടെ ഒരു ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷയിലൊക്കെ നമ്മൾ അതിൻ്റെ ഹെഡിങ്ങിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടിയ രോഗിയുടെ പ്രാർത്ഥന ഫലിക്കും, അവൻ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നതായ ഒരു ലേഖനം. അവിടെ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞിട്ട് താഴെ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഏലിയാവും നമ്മെപ്പോലെ വികാരമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സമസ്വഭാവമുള്ളവനായിരുന്നു. അതിന് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പദം അവിടെ ഉപയോഗിക്കുന്നു. കൊയ്സോ പാത്തോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ലിമിറ്റേഷൻ, കുറവുള്ളവനായിരുന്നു. അതായത് നമ്മെപ്പോലെ തന്നെ കുറവുള്ളവനായിരുന്നു. ഭീതി ഉണ്ടായിരുന്നു, സഹനങ്ങളെ നേരിടാനും അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നു, സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയൊക്കെയായിരുന്നു ഏലിയാവ്. നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചു, അവൻ്റെ പ്രാർത്ഥന കേട്ടു, അവൻ്റെ പ്രാർത്ഥന ഫലിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ഏലിയാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തി വായിക്കുന്നത് നല്ലതാണ്. കാരണം ഏലിയാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്ഥാനമഹിമയ്ക്കോ തൻ്റെ മേന്മയ്ക്കോ തൻ്റെ ഉയർച്ചയ്ക്കോ പ്രവർത്തിച്ച ഒരു പ്രവാചകനല്ല, മറിച്ച് തൻ്റെ നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചൊരു പ്രവാചകനാണ്. എലിയ പ്രവാചകൻ്റെ ആ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എലിയ പ്രവാചകൻ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറയുന്നുണ്ട്. എലിയാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായും മതപരമായും അന്ധകാരത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ്, മരണനിഴലിലായിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. സൽമവോദ് എന്ന് പറയുന്ന ഒരു എബ്രായ പദത്തിലൂടെ ദാരിദ്ര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ആ പാതയിലൂടെ ഒത്തിരി സംഘർഷങ്ങളിൽ കടന്നു പോകുന്ന ഒരു ജനസമൂഹം ജീവിക്കുന്ന ഒരു കാലഘട്ടം. രാഷ്ട്രീയമായ അന്ധകാരം എന്ന് പറയുമ്പോൾ അഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ബാൽ ദേവന് യഹോവയാൻ ദൈവത്തെ വിറ്റുകൊണ്ട് ആ ബാലിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ മതിമറന്ന് ജീവിക്കുന്ന ഒരു രാജാവ്. ആ രാജാവിൻ്റെ പത്നിയായിരിക്കുന്ന ഇസബേൽ പാവപ്പെട്ടവൻ്റെ സന്തോഷങ്ങളെ തല്ലിത്തകർത്ത് കളയുന്ന ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്ത ചെയ്തികൾ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു അന്ധകാരം ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, മതപരമായിരിക്കുന്ന മതപുരോഹിതന്മാരൊക്കെ ബാലിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മതിമറന്നുകൊണ്ട് സുഖത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ
ഈ എലിയ പ്രവാചകൻ അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട്, യഹോവയാണ്, ഞാൻ വിശ്വസിക്കുന്ന യഹോവയാണ് സത്യം, ഇനി ഞാൻ പറയാതെ ഈ ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന്, മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല എന്ന് ശക്തമായിട്ട് പ്രതിപാദിച്ചതായ ഒരു പ്രവാചകൻ. ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർന്ന് നിർത്തി നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ഒരു കാലഘട്ടവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പല വിധത്തിൽ നമ്മളെയും ഇതിൻ്റെ ഈ അന്ധകാരം ബാധിച്ചിരിക്കുന്നില്ലേ? അധികാരത്തിൻ്റെ നെറുകയിലിരിക്കുന്ന ആളുകൾ, സത്യത്തിനും നീതിക്കും നന്മയ്ക്കും വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളിൽ പലരും ആ സത്യത്തെ മറന്നുകൊണ്ട് ഒരു അന്ധകാര അവസ്ഥയിൽ സഹനങ്ങളെ നേരിടാൻ സാധിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യുവാൻ മനസ്സില്ലാതെ അധികാരത്തിൻ്റെ ഗർവിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ നമ്മളുടെ ഈ കാലഘട്ടം. ഈ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രവാചകൻ ഉണരേണ്ടിയിരിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല എൻ്റെ ജീവിതം, എനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് എൻ്റെ ചുറ്റും പാർക്കുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് വേണ്ടിയിട്ടാണെന്നും എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റേണ്ട ഒരു വ്യക്തിയാണ് ഞാനെന്നുമുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നില്ലേ? ഒത്തിരി സങ്കടങ്ങൾ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. തകർന്നു വീണ്ടിരിക്കുന്ന അനേകം ആളുകളെ നമുക്ക് ചുറ്റും പരിശോധിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. COVID-19 എന്ന് പറയുന്ന മഹാമാരി നമ്മളെ പിടികൂടി നമ്മുടെ ജീവിത സാഹചര്യ മേഖലകളൊക്കെ താറുമാറായിരിക്കുന്ന ഒരു സന്ദർഭം, പ്രതീക്ഷകൾ അറ്റിരിക്കുന്ന ഒരു സന്ദർഭം. ഒരു വാക്കുകൊണ്ട് പോലും ആരെങ്കിലും ഒരു ആശ്വാസവാക്കുകൾ പറയണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് ഒത്തിരി ആയിരിക്കുന്ന സാഹചര്യം. ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള പ്രവാചകൻ ഉണരേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന യഹോവയാണ് സത്യം, ഇനി ഞാൻ പറയാതെ ഇവിടെ മഴ പെയ്യില്ല എന്ന് ഉറച്ച് പറയുവാൻ പ്രവാചകന് സാധിച്ചത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലേക്ക് പ്രവാചകനെ നയിക്കുന്നതിനൊരു കാരണം കൂടിയുണ്ട്. യഹോവ എൻ്റെ ദൈവം എന്നുള്ളതാണ് ഈ ഏലിയാവ് എന്ന് പറയുന്ന വാക്കിനർത്ഥം. യഹോവ എൻ്റെ ദൈവം, ദൈവത്തിൻ്റെ വകയാണ് ഞാനെന്നുള്ളത് അവൻ്റെ പേര്, ആ പേരിന് അനുരൂപപ്പെട്ട് ജീവിച്ചു ഏലിയ പ്രവാചകൻ. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിനോട് നീതി പുലർത്തി ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ നമ്മുടെ ജീവിതം കണ്ടാൽ, നമ്മുടെ പ്രവൃത്തികൾ കണ്ടാൽ, നമ്മളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് നാം ഒരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണോ? ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഈ ലോക ജീവിതത്തിൽ എനിക്കുള്ളതൊന്നും എൻ്റേതല്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മളിലുണ്ടാകും. അത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? സ്വർഗരാജ്യം അവരുടേതാകുന്നു. അവർ ദൈവത്തെ കാണും. എത്രയെല്ലാം അഷ്ടമാർഗങ്ങളിലൂടെ, അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ ക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അതനുസരിച്ചൊക്കെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോഴല്ലേ നാം ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് അർത്ഥവത്തായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക. നമ്മളെ കണ്ടുമുട്ടുന്നവരും നമ്മളിൽ നിന്ന് കേൾക്കുന്നവരുമൊക്കെ ക്രിസ്തു സംസാരിക്കുന്നത് പോലെ, ക്രിസ്തു അടുത്ത് വന്നിരിക്കുന്നത് പോലെ ഒരു അനുഭവം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. പരിശുദ്ധന്മാരായി നമ്മൾ കാണുന്ന, വിശുദ്ധ ജീവിതം നയിച്ചു എന്ന് നമ്മൾ പറയുന്ന അനേകം ആളുകളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നവർ അവർ സാക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തന്നെ അവർ തങ്ങളുടെ ജീവിതത്തെ ഈ ലോകത്തിൽ നിവർത്തിച്ചു കൊണ്ടുപോയി. ഒരു മരം ഇങ്ങനെ വിലപിക്കുകയാണ്. കപ്പുച്ചൻ വൈദികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബോബി ജോസ് അച്ഛൻ്റെ നിലത്തെഴുത്തെന്ന് പറയുന്നൊരു പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ്. ഒരു മരം ഇങ്ങനെ വിലപിക്കുകയാണ്, ഹേ മനുഷ്യ, എത്ര വർഷങ്ങളായി നീ എന്നിൽ നിന്ന് എത്രമാത്രം കൊമ്പുകൾ വെട്ടിയെടുത്തു, എത്ര കുരിശുകളുണ്ടാക്കി, പക്ഷെ എന്നിട്ടും നിന്നിൽ നിന്ന് ഒരു ക്രിസ്തു പോലും പിറക്കാത്തത് എന്തുകൊണ്ടാണ്? യേശുവിനെ കുരിശിച്ചിരിക്കുന്ന കുരിശ് ചുമക്കുവാനും കുരിശു വരയ്ക്കുവാനും കുരിശിൻ്റെ മുമ്പിൽ കുമ്പിടുവാനും ഒക്കെ ക്രിസ്ത്യാനികളെ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ നമ്മിൽ നിന്നൊരു ക്രിസ്തു ഉണ്ടാകണ്ടേ? എലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ വകയായിട്ട് ജീവിച്ചു. ആ ഒരു ദൈവം കൂടെ ഉണ്ട് എന്നും
ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയിലും തളർന്നു പോകില്ല എന്നുള്ള വിശ്വാസം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം സ്വീകരിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് അത്രമാത്രം ആക്രോശിച്ച് പറയുമ്പോൾ ഇസബേൽ നിന്നെ വെട്ടി നുറുക്കുമെന്നുള്ള ആക്രോശങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓടിപ്പോകുന്ന മരുഭൂമിയിൽ ഉളർന്നു പോകുന്ന ഈ എലിയ പ്രവാചകനെ കാക്ക ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നതൊക്കെ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവും ഈ ശിഷ്യന്മാരും ഒക്കെ ഈ ഏലിയാവിനെ ഒരുപാട് വാഴ്ത്തുന്നുണ്ട്. നമ്മെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു ഏലിയാവാണ് ഒരു അസാധാരണ മനുഷ്യനായിട്ട് മാറുന്നത്. ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, സ്വർഗത്തിലേക്ക് ജീവനോടെ എടുക്കപ്പെട്ടവൻ, മറുരൂപ സമയത്ത് മോശയും ഏലിയാവും ക്രിസ്തുവിനോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു. ആ ഒരു നമ്മെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് താൻ ദൈവത്തിൻ്റെ വകയാണെന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടി ദൈവത്തിൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുവാനാണ് ഞാൻ ലോകത്തിലേക്ക് വന്നെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നുണ്ട്, അവൻ്റെ പ്രാർത്ഥനകൾ ഫലിക്കുന്നുണ്ട്, അവൻ്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ആത്മീയമായും ഒരു പരിധിവരെ അന്ധകാരം നമ്മെ പിടികൂടിയിട്ടുണ്ട്. ഇന്ന് ആരാധനാലയങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പലപ്പോഴും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സാധിക്കാതിരിക്കുമ്പോൾ അല്പസ്വല്പമെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ ആത്മീയമായിരിക്കുന്ന ഒരു അന്ധകാരം നമ്മെ പിടികൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് ഏലിയാവിനെ പോലുള്ള ഒരു പ്രവാചകനായി തീരുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ആ ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്ന, ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകനുമകളുമായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടേ. നമ്മുടെ നിയോഗം അറിഞ്ഞൊന്ന് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. നമ്മുടെ പേരിന് വിശ്വസ്തത പുലർത്താൻ നമ്മളൊന്ന് തയ്യാറാൽ മതി. ക്രിസ്തുവിൻ്റെ അനുയായി, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഈ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർ, നിങ്ങൾ ലോകത്തെങ്ങും പോയി എൻ്റെ സാക്ഷികളായി തീരുവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ ഇടപെടലും നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും കണ്ടിട്ട് മറ്റുള്ളവർ ഇവൻ യേശുവിൻ്റെ അനുയായിയാണെന്ന് സാക്ഷിക്കണം. ഇവനെ കണ്ടാൽ ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുവെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും മാറി വരുവാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമായി ആ ഒരു പ്രവാചക നിയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിശ്വാസ തീവ്രതയിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഈ രോഗത്തിൻ്റെ ഒരു ഭീതി നമ്മെ പിടികൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, നാളെ എന്തെന്നറിയാൻ വയ്യാതെ ആകുലതയോടെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലെ വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു കരുത്താർജിച്ചെടുക്കുവാനായിട്ട് ഈ ഏലിയാവിൻ്റെ ജീവിതം നമ്മെ പ്രാപ്തമാക്കി തീർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ ബന്ധം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്നിലൂടെ നിറവേറുമ്പോൾ, ദൈവമേ ഞാൻ നിൻ്റെ വകയായി തീരുകയാണ്, നീയാണെന്നെ സൃഷ്ടിച്ചത്, നീയാണെന്നെ നടത്തുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാനല്ല നിശ്ചയിക്കുന്നത്, നീയാണ്. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഇന്നെന്ത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ നമുക്ക് ദൈവാശ്രയത്തോടുകൂടെ, ദൈവവിശ്വാസത്തോടുകൂടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നാം ഏലിയാവിനോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും ഏലിയാവിൻ്റെ ജീവിതം പോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയും ഏലിയാവ് അത്ര ശ്രേഷ്ഠനായ ഒരു വ്യക്തി ആയിത്തീരുകയും ചെയ്തു. അപ്പോൾ നമുക്കും സാധിക്കാത്തതൊന്നുമല്ലാതെ നമ്മെപ്പോലെ സമസ്വഭാവം, നമ്മെപ്പോലെ വികാരമുള്ള ഏതൊരു വ്യക്തിക്കും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏലിയാവിനും സാധിച്ചത്. കാരണം ഏലിയാവ് തൻ്റെ നിയോഗമനുസരിച്ച് ജീവിച്ചു. തൻ്റെ പേരിനോട് നീതി പുലർത്തി ഏലിയാവ് ജീവിച്ചു.
അങ്ങനെയാണെങ്കിൽ നമുക്കും അത്തരത്തിൽ ജീവിക്കാം. നമ്മെ കണ്ടുമുട്ടുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമ്മോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നവരുമൊക്കെ നമ്മിലൊരു ക്രിസ്തു ഉണ്ടെന്നും ക്രിസ്തുവിൻ്റെ പേരിലൂടെ അനുരൂപപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടെ നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ ഈ ചിന്ത, ഈ വചനം ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ. അതിന് ദൈവം നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Beshmari